നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ വീണ്ടും വമ്പൻ ട്വിസ്റ്റ്. ഇന്ന് ഉച്ചയ്ക്ക് കെ സുധാകരൻ വാർത്താസമ്മേളനം പോകുന്നു എന്ന് അറിയിച്ചപ്പോൾ മുതൽ തന്നെ എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഓരോ ജനങ്ങളും. പക്ഷേ അതിനൊന്നും തന്നെ ഒരു ഇടം നൽകാതെ ഇപ്പോൾ കണ്ണൂരിൽ വളരെ അടിയന്തരമായി തന്നെ നേതാക്കൾ തിരക്കിട്ട നീക്കം നടത്തി ഒരു തീരുമാനം ആയിരിക്കുകയാണ്. കെ സുധാകരന് തന്നെ കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. സുധാകരൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങുകയായിരുന്നു. സീറ്റില്ലെന്ന വാർത്ത വന്നതോടെ നേതാക്കളോട് ഗുഡ് ബൈ പറഞ്ഞ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയ കേസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് ഹൈക്കമാൻഡ് രംഗത്ത് വന്നിരിക്കുന്നത്. സീറ്റ് നിഷേധിച്ചാൽ കണ്ണൂരിലെ കലാപം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടരുമെന്ന റിപ്പോർട്ട് ഹൈക്കമാൻഡിന് ലഭിച്ചതോടെയാണ് സുധാകരന് മാത്രം മത്സരിക്കാൻ ഇളവ് നൽകാൻ തീരുമാനമായത്. അതേസമയം തന്നെ സുധാകരൻ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് സുധാകരനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സുധാകരൻ പറഞ്ഞാൽ കേൾക്കുന്ന പല യുവ നേതാക്കൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. അദ്ദേഹം കടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഗുഡ് ബൈ പാർട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും കോൺഗ്രസിനെ സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഈ ഒരു വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഏറെ വൈറലാവുകയാണ്. ആ ഒരു പോസ്റ്റ് പ്രകാരമാണ്, വായിക്കാം. ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിൻ്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിൻ്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്നിരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. ജീവൻ വേണൽ തന്നേക്കാമെന്ന പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായത് അല്ലേ? ഒരു പദവിയുമില്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരമാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ KS? അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരായ ഞങ്ങളുടെ സുധാകരൻ ചേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണെന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങളത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകരെ. അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചു പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിനെ രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതായത് കെ സുധാകരൻ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും വലിയ പൊട്ടിത്തെറികളൊന്നും തന്നെ സംഭവിച്ചില്ല. അദ്ദേഹം തന്നെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. എപ്പോഴും കോൺഗ്രസിലെ ഗർജിക്കുന്ന സിംഹം എന്നാണ് കെ സുധാകരൻ അറിയപ്പെടാറുള്ളത്. എന്നാൽ അതേ കേസിന് മുൻപിൽ ഇന്ന് ഹൈക്കമാൻഡ് എല്ലാം തന്നെ വഴങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകുന്ന കെ സുധാകരൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ആലോചനയിലെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇനി അത്തരം അഭ്യൂഹങ്ങൾക്കൊന്നും തന്നെ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്.
സുധാകരൻ്റെ നീക്കം മനസ്സിലാക്കിയ KPCC DCC ഭാരവാഹികൾ പലയിടത്തു നിന്നും സുധാകരനെ വിളിച്ചെങ്കിലും അനുനയത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോയെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതോടെ രമേശ് ചെന്നിത്തലയും AK ആന്റണിയും ഇടപെട്ടു. ഇതോടെയാണ് സുധാകരന് തന്നെ സീറ്റ് നൽകാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് പട്ടിക പുറത്തു വന്നാൽ മാത്രമേ സുധാകരന് സീറ്റുള്ളൂ എന്ന അന്തിമ ഉറപ്പ് ലഭിക്കുകയുള്ളൂ. പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് താൻ ഉത്തരവാദിയായിരിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് വൻ പ്രതിസന്ധിയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചിരുന്നത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കളുമായി ഒക്കെ തന്നെ സുധാകരൻ സംസാരിച്ചിരുന്നു. 3 നേതാക്കളോടും കണ്ണൂർ മണ്ഡലം സംബന്ധിച്ചുള്ള തൻ്റെ നിലപാട് എന്താണെന്നുള്ളത് അത് വ്യക്തമായി തന്നെ സുധാകരൻ പറയുകയും ചെയ്തിരുന്നു. പിന്നാലെ KC വേണുഗോപാലാണ് കണ്ണൂരിൽ സീറ്റില്ലെന്നും മുൻ മേയറായ TO മോഹനനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമെടുത്തതും അറിയിച്ചത്. അതോടാണ് KCയോട് ഗുഡ് ബൈ പറയുകയായിരുന്നു. തനിക്ക് തൻ്റെ വഴിയെന്നും പാർട്ടിക്ക് പാർട്ടിയുടെ വഴിയെന്നും നേതാക്കളോട് സുധാകരൻ പറഞ്ഞു. പാർട്ടി എടുത്ത ഈ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് താൻ ഉത്തരവാദിയായിരിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. അതായത് സുധാകരൻ കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചനകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ഈ അപകടമൊക്കെ തന്നെ മണത്തറിഞ്ഞ് വളരെ തിരക്കിട്ട നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തിയത്. ഒടുവിൽ തീരുമാനമെടുത്തു. പാർട്ടി സുധാകരൻ്റെ ഈ ഒരു നിലപാടിന് മുൻപിൽ വഴങ്ങുകയായിരുന്നു എന്ന് തന്നെ വേണം. ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ്. അദ്ദേഹം നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. പാർട്ടി പരിപാടികളൊന്നും തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല. മാത്രമല്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊന്നും തന്നെ പ്രഖ്യാപിച്ചതൊന്നും അദ്ദേഹത്തോട് തീരുമാനിച്ചോ കൂടിയാലോചിച്ചോ ഒന്നും തന്നെയല്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ AK ആന്റണി എന്ന പേര് തന്നെയാണ് അവിടെ ഉയർന്നു വന്നത്. താൻ സുധാകരനോട് സംസാരിച്ചു. കണ്ണൂരിൽ CPMനെതിരായി ജീവൻ പണയം വെച്ച് പോരാടിയ ആളാണ് സുധാകരൻ. ഒരിക്കലും മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും എന്ത് പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമെന്നും ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് AK ആന്റണി പറഞ്ഞിരിക്കുന്നത്. MP-മാർ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിച്ചതോടെയാണ് സുധാകരന് സീറ്റ് ലഭിക്കാതിരുന്നത്. ഏതായാലും കടുത്ത അതൃപ്തി അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിൽ ഇപ്പോൾ ഇനി ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടുകൂടി തന്നെ കണ്ണൂർ DCCയുടെ മുൻപിലടക്കം പല പ്രവർത്തകരുടെയും ആഹ്ലാദ പ്രകടനങ്ങൾ കാണാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രചാരണമാണ് മുൻപിലുള്ളത്. ഇനി തീർച്ചയായിട്ടും ഇപ്പോൾ 10 മടങ്ങ് ശക്തിയോടുകൂടി തന്നെ സുധാകരൻ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് കണ്ണൂരിലെ ജനങ്ങൾ. ഇതിനോടകം തന്നെ KSന്റെ പല ഫോട്ടോയും അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പതിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും കണ്ണൂരിൻ്റെ പല മുക്കിലും മൂലകളിലും സ്ഥാപിതമായി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരുമിച്ച് തന്നെ പ്രചാരണത്തിന് ഇറങ്ങുകയാണ് സുധാകരൻ.